ഏവർക്കും വിനോ വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇനി കഴിഞ്ഞുപോയ ഇടവക വിശേഷങ്ങളിലേക്ക്. കൊച്ചി രൂപതയ്ക്ക് 2 നവവൈദികർ കൂടി. വർഷങ്ങൾ നീണ്ട പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും നാൾവഴികൾക്കൊടുവിൽ ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകാംഗം ഡീക്കൻ ജെറോം ജെറി തൊപ്പിപ്പറമ്പിലും എഴുപുന്ന ഇമാക്കുലേറ്റ് കൺസെപ്ഷൻസ് ഇടവകാംഗം ഡീക്കൻ മാക്സ്വെൽ ആന്റണിയും പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. 16 വർഷങ്ങൾ നീണ്ട പ്രാർത്ഥനയുടെയും പൗരോഹിത്യത്തിന്റെയും നാൾവഴികൾക്കൊടുവിൽ ഡീക്കൻ ജെറോം ജെറി തോപ്പിപ്പറമ്പിൽ ഡീക്കൻ മാക്സ്വെൽ ആന്റണിയും പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. ഫെബ്രുവരി 15 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിൽ വെച്ച് നടന്ന ആഘോഷകരമായ ചടങ്ങിൽ കൊച്ചി രൂപത അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ റൈറ്റ് റവറൻഡ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ പിതാവിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു. ഇടവക വികാരി സിബിച്ചൻ ചെറുതിയിലും സഹവികാരി ഫാദർ സെബിൻ തറൈപ്പറമ്പിലും കൈക്കാരന്മാരും പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങളും സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളും ഇടവക സമൂഹവും ചേർന്ന പിതാവിനെയും ഡീക്കന്മാരെയും ഇടവകയിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് നടന്ന പൗരോഹിത്യ സ്വീകരണ ശുശ്രൂഷയ്ക്ക് ബിഷപ്പ് ജെയിംസ് ആനാപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൈവെപ്പ് ശുശ്രൂഷയിൽ എമരിറ്റ്യൂസ് ബിഷപ്പ് ജോസഫ് കരിയൽ പിതാവ് സന്നിഹിതനായിരുന്നു. മോൺസിഞ്ഞോർ യാൻ ഫ്രീസ്, ഫാദർ ജോർജ് ഡ്വെല്ലെ, ഫാദർ ഹൊസെ, ഫാദർ ഷൈജു പരിയാത്തുശ്ശേരി, ഫാദർ ബെന്നി തോപ്പിപ്പറമ്പിൽ, മൈനർ സെമിനാരി റെക്ടർ ഫാദർ സന്തോഷ് വെളുത്തെടുത്ത് തുടങ്ങി രൂപതയിലെയും സന്യാസ സമൂഹത്തിലെയും നിരവധി വൈദികർ സഹകാർമ്മികത്വം വഹിച്ചു. 1992 സെപ്റ്റംബർ 30 ചെല്ലാനം തോപ്പിപ്പറമ്പിൽ ആന്റണി ഡേവിഡിന്റെയും ജെസി ഡേവിഡിന്റെയും മകനായി ജനിച്ച ജെറി 1992 ഡിസംബർ 6 തൻ്റെ അമ്മയുടെ ഇടവകയായ തങ്കി സെയിന്റ് മേരീസ് ഫെറോന ദേവാലയത്തിൽ വെച്ച് മാമോദീസ സ്വീകരിച്ചത്. ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയുടെ കീഴിലുള്ള സന്ദേശദീപ്തി സൺഡേ സ്കൂളിൽ ചേർന്ന് മതബോധന പഠനം ആരംഭിച്ച ജെറിയുടെ ജീവിതത്തിൽ മതബോധന അധ്യാപകരും മാതാപിതാക്കളുടെയും ജ്ഞാനസ്നാന മാതാപിതാക്കളായ തൈക്കൂട്ടത്തിൽ ആന്റണിയുടെയും ഹെലന്റെയും ആത്മീയ ചൈതന്യവും ജെറിയുടെ ജീവിതത്തിൽ വെളിച്ചം വിതറി. 2008 മാർച്ചിൽ ചെല്ലാനം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്നും SSLC പാസ്സായ ജെറി 2008 ജൂൺ 22 ആലുവ ഹോളി ക്രോസ് സ്റ്റഡി ഹൗസിൽ സെമിനാരി പഠനം ആരംഭിച്ചു. തുടർന്ന് അരൂർ സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും +2 പഠനവും ഇടക്കൊച്ചി അക്വിനാസ് കോളേജിൽ നിന്ന് ഡിഗ്രി പഠനവും പൂർത്തിയാക്കി. നാഗ്പൂർ സെന്റ് ചാൾസ് മേജർ സെമിനാരിയിൽ നിന്നും ഫിലോസഫി പഠനത്തിന് ശേഷം ആലുവ ഹോളി ക്രോസ് സ്റ്റഡി ഹൗസിൽ റീജൻസി പൂർത്തിയാക്കി. അതിനെ തുടർന്ന് തിയോളജി പഠനത്തിനായി ബ്രദർ ജെറി നെതർലൻഡ്സിലെ ഗ്രൂട്ട് സെമിനാരി റോൾഡക്കിലേക്ക് പോവുകയും ചെയ്തു. തിയോളജി പഠനത്തിന് ശേഷം തിരിച്ചെത്തിയ അദ്ദേഹം 2024 ജൂലൈ 29 അഭിവന്യ കൊച്ചി ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ പിതാവിൽ നിന്നും ഡീക്കൻ പട്ടം സ്വീകരിച്ചത്. ഫാദർ ജെറിയുടെ ഏക സഹോദരനായ ഡിജോയ് ക്രിസ് എഡിൻബർഗ് നേപ്പിയർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ്റ്റർ ബിരുദം എടുത്ത് ഇപ്പോൾ സ്കോട്ട്ലൻഡിൽ വർക്ക് ചെയ്യുന്നു. എഴുപുന്ന ചാമക്കുഴി CR ആന്റണിയും ആഗ്നസുമാണ് നവവൈദികനായ ഫാദർ മാക്സ്വെൽ ആന്റണിയുടെ മാതാപിതാക്കൾ. കൊച്ചിയുടെ ആത്മീയാഘോഷമായ ബൈബിൾ കൺവെൻഷൻ വചനസന്ധ്യ 2025 കൃപാഭിഷേക ധ്യാനത്തിന് തുടക്കം. 5 ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ബൈബിൾ കൺവെൻഷൻ കൊച്ചി രൂപത അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അഭിവന്യ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വചനസന്ധ്യ 2025 ബൈബിൾ കൺവെൻഷന് തുടക്കമായി. കൊച്ചി രൂപത ഒരുക്കുന്ന വചനസന്ധ്യ 2025 ബൈബിൾ കൺവെൻഷൻ ഇടക്കൊച്ചി അക്വിനാസ് കോളേജ് ഗ്രൗണ്ടിൽ ആരംഭിച്ചു. ഫെബ്രുവരി 12 മുതൽ 16 വരെ നടക്കുന്ന കൺവെൻഷന് നേതൃത്വം നൽകുന്നത് അണക്കര ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് അച്ഛനാണ്. ഫെബ്രുവരി 12 ബുധനാഴ്ച വൈകിട്ട് 4:30 കൊച്ചി രൂപത അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അഭിവന്യ
ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ദിവസവും വൈകുന്നേരം 4:30 മുതൽ 9:30 വരെയാണ് കൺവെൻഷൻ നടക്കുന്നത്. ധ്യാനത്തിൽ പങ്കെടുക്കുവാനായി എല്ലാ ദിവസവും ആയിരങ്ങളാണ് അക്വിനാസ് കോളേജ് ഗ്രൗണ്ടിൽ എത്തിച്ചേരുന്നത്. വിശുദ്ധ കുർബാനയും കുമ്പസാരവും രോഗശാന്തി പ്രാർത്ഥനയും ഉൾപ്പെടെയുള്ള ശുശ്രൂഷകൾ ധ്യാനത്തോടൊപ്പം ഒരുക്കിയിരിക്കുന്നു. വിനോവർത്തമാനം സമാപിച്ചു. നന്ദി.